ഈ ഇത്രയും ദിവസം ഇരുന്നിട്ട് ഒരിക്കൽ പോലും എന്നെ പരിഗണിച്ചിട്ടില്ല. എന്നോട് ചോദിക്കണ്ടേ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ അതിജീവിതയുടെ വക്കീലിന് ആർഗ്യുമെൻ്റ് നോട്ടുണ്ടോ, ഒന്നും ചോദിച്ചിട്ടില്ല. മനസ്സിലായ? മാധ്യമങ്ങൾ അത്രയും നിന്നപ്പോൾ അതിജീവിതയുടെ വക്കീലിന് അത്രയും പരിഗണിച്ചു എന്ന് പറയാൻ വേണ്ടി. എനിക്ക് എൻ്റെ ആവശ്യമില്ല. സാറെന്നെ ചീത്ത പറയും, കാരണം നീ എന്താ വരാതിരുന്നത്, ശരിയായില്ല. ഒന്നും എനിക്ക് എൻ്റെ മെൻ്റൽ ഇത് കറക്റ്റല്ല, ഞാൻ തളർന്നു വീഴും. മനസ്സിലായ? ഇങ്ങോട്ട് വരാൻ പറ്റുന്നൊരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നേ ഇല്ല അന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പ്രോസിക്യൂട്ടർ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളല്ലേ. എൻ്റെ പ്രോസിക്യൂട്ടർ അടക്കം ഇവിടെ നിന്ന് തീരുമാനിച്ചു പോയിരിക്കുന്നൊരു കാര്യമുണ്ട്, അതിജീവിതയോട് സംസാരിച്ചിട്ട് തന്നെ. മാക്സിമം പനിഷ്മെൻറ്റ്, അത് ലൈഫ് തീരുന്നത് വരെ അയാൾക്ക് ജയിൽവാസം, അതാണ് തീരുമാനിച്ചു പോയിരിക്കുന്നത്. സാർ അവിടെ നിന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ പറയേണ്ട കാര്യമെന്ന്, ഇതുവരെ ഇല്ലാത്തൊരു കാര്യം അന്ന് പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ കോടതി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നോട് ചോദിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ഹിയറിങ്ങിൻ്റെ കഴിഞ്ഞിട്ട് എല്ലാവരും ഹിയറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ആർഗ്യുമെൻ്റ് നോട്ട് ഫയൽ ചെയ്യാമെന്ന്. ആർഗ്യുമെൻ്റ് നോട്ടുണ്ടോ ചോദിക്കാം. ഈ ആർഗ്യുമെൻ്റ് നോട്ടും ഞാൻ അസിസ്റ്റ് ചെയ്ത് തന്നെയാണല്ലോ എല്ലാം ഉണ്ടാക്കിയത്. ഒരു ആവർത്തനത്തിൻ്റെ ആവശ്യമില്ല.